പ്രണയതാണ്ഡവം. രചനാ സംഭാഷണം രുദ്രപ്രിയ. രാവിലെ ലക്ഷ്മി എഴുന്നേറ്റ് ആദ്യം വീട് വൃത്തിയാക്കി. തലേദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുകൊണ്ട് തന്നെ ഒരുപാട് ജോലികൾ ചെയ്യാൻ ബാക്കിയായിരുന്നു. ഉണ്ണിക്കുട്ടൻ ഉണരുന്നതിന് മുമ്പ് ജോലികളൊക്കെ ചെയ്തു തീർത്ത് അവൻ ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് നേരത്തെ തന്നെ ലക്ഷ്മി മനസ്സിൽ കരുതി വെച്ചു. അലക്കിയ തുണികൾ വിരിച്ച് അടുക്കളയിലേക്ക് കയറുമ്പോൾ ഉണ്ണിക്കുട്ടൻ കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വരുന്നത് കണ്ടു. അവൾ വേഗം ചായയുണ്ടാക്കി അതുമായി പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും ഉണ്ണിക്കുട്ടൻ പല്ലും തേച്ച് വരാന്തയിലേക്ക് വന്നിരുന്നു. അവനുള്ള ചായയും കഴിക്കാനുള്ള ബിസ്ക്കറ്റും അവൾ കയ്യിൽ വെച്ച് കൊടുത്തു. അവളും ചായയുമായി അവൻ്റെ അടുത്തിരുന്നു. രണ്ടുപേരും വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചായ കുടിച്ചു. ഉണ്ണിക്കുട്ടൻ്റെയും വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് മാവ് വാങ്ങിക്കൊണ്ട് വന്നതുകൊണ്ട് അവൾ വേഗം അപ്പം ഉണ്ടാക്കി, കൂടെ മുട്ടക്കറിയും. അവൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയം കൊണ്ട് ഉണ്ണിക്കുട്ടൻ കുളിച്ച് വേഷം മാറി വന്നു. കാപ്പികുടി കഴിഞ്ഞ് അല്പം കൂടി കഴിഞ്ഞപ്പോൾ ബാലേച്ചിയെ വിളിക്കാം. ഉണ്ണിക്കുട്ടൻ മനസ്സിൽ ഓർത്തതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും മൊബൈൽ ശബ്ദിച്ചു. ഉണ്ണിക്കുട്ടാ, അപ്പുറത്തു നിന്ന് ആദിയുടെ ശബ്ദം കേട്ടു. ആദിയേട്ടാ, ഞാൻ കരുതി ചേച്ചിയാണെന്ന്. ഇല്ലടാ, ചേച്ചി ഉറക്കമാണ്, ഇതുവരെ എണീറ്റില്ലേ? സാധാരണ അത് പതിവില്ലാത്തതാണല്ലോ ആദിയേട്ടാ. ഇന്നലെ നിൻ്റെ ചേച്ചി കിടന്നപ്പോൾ ലേറ്റായി മോനെ. അതാണോ? ഞാനും ലക്ഷ്മി ചേച്ചിയും കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ഇറങ്ങാനിരിക്കുവാണ്. ശരിയടാ, നിങ്ങളിങ്ങ് പോരെ, ഞാൻ ഫോൺ വയ്ക്കുക. ആദ്യ കോൾ കട്ടാക്കി. എന്താ അച്ചു, ബാലമോൾ ഇതുവരെ എണീറ്റില്ലല്ലോ? അമ്മ മോനെയും കൊണ്ട് ആദിയുടെ അടുത്തേക്ക് വന്നു. ആദ്യ കുഞ്ഞിനെ കയ്യിൽ വാങ്ങി. ഇന്നലെ ഒരുപാട് ലേറ്റായിട്ടാണ് അമ്മ കിടന്നത്. മൊത്തം പിണക്കവും പരിഭവവും തന്നെ പെണ്ണിന്. രാത്രിയിൽ ഞാൻ വരുമ്പോൾ ഡോറ് പോലും ചാരാതെ സോഫയിലിരുന്ന് ഉറങ്ങുകയായിരുന്നു. പിന്നെയും ഒത്തിരി വൈകി അവൾ ഉറങ്ങിക്കോട്ടെ, വിളിക്കണ്ട. അടുക്കളയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എത്തി പുറത്തേക്ക് നോക്കുന്നുണ്ട് കമലം. അമ്മയുടെയും മകൻ്റെയും സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ആദ്യ കുഞ്ഞുമായി അടുക്കളയിലേക്ക് ചെന്നു. എന്തൊക്കെയുണ്ട് കമലം ചേച്ചി വിശേഷം, സുഖമല്ലേ? അവരുടെ മുന്നിൽ നിന്ന് ചോദിക്കുമ്പോൾ കമലം ഞെട്ടലോടുകൂടി മുഖമുയർത്തി അവനെ നോക്കി. സാധാരണ അങ്ങനെയുള്ള ചോദ്യവും പറച്ചിലും ഒന്നും അവനിൽ നിന്നും ഉണ്ടാവില്ല. സുഖമായിരിക്കുന്നു കുഞ്ഞേ. ഇവിടെ ജോലിക്ക് വരാൻ തുടങ്ങിയതിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ പോലും ഇപ്പോഴാണ്. അത് തരുന്ന സന്തോഷം പറഞ്ഞാലും തീരില്ല. ശരി, ചേച്ചിയുടെ ജോലി നടക്കട്ടെ, ഞാൻ ശല്യം ചെയ്യുന്നില്ല. അവരെ നോക്കി മനോഹരമായി ചിരിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് പോയി. ആദ്യ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ കമലം സാരിയുടെ തുമ്പുകൊണ്ട് മുഖം അമർത്തി തുടച്ചു. മനസ്സിൽ എന്തൊക്കെയോ ചിന്തകളായിരുന്നു ആദ്യ നാളുകളിൽ. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ഈ കുടുംബത്തിലെ ഒരു അംഗമാണെന്നുള്ള തോന്നലാണ്. ഇവിടെ വന്ന് കയറിയതിൽ പിന്നെ തൻ്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങളെല്ലാം കമലം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. മുമ്പ് ദേഷ്യത്തിലും ഇഷ്ടക്കേടോടും കൂടി നോക്കിയിരുന്ന പലരും ഇപ്പോൾ ചിരിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ അതെല്ലാം താൻ അവരുടെ കൂടെ കൂടിയതിൽ പിന്നെ തനിക്ക് കൈവന്ന സ്വഭാവങ്ങളാണെന്ന് അവൾ തിരിച്ചറിയുന്നുണ്ട്. മോനൂട്ടനെയും കൊണ്ട് ആദ്യം നേരെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മ, ഇവനെ ഒന്ന് എടുക്കേ, ഞാൻ ആ പെണ്ണിനെ ഒന്ന് ഉണർത്താൻ നോക്കട്ടെ. അമ്മയെ നോക്കി കള്ളച്ചിരി പാസാക്കിക്കൊണ്ട് ആദ്യം നേരെ റൂമിൽ നിന്നും ഇറങ്ങാൻ നേരം മംഗലത്തമ്മ അവനെ വിളിച്ചു. അച്ചു, ഇത്തിരി കൂടുന്നുണ്ട്. ഒന്നുമില്ലമ്മേ, അവളെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ ഒരു രസം. അമ്മയുടെ അച്ചു അല്ലെങ്കിലും പാവമല്ലേ? ഉവ്വ്, കമല അടുക്കളയിലുണ്ട്, അത് മറക്കണ്ട അമ്മയുടെ അച്ചുമോൻ. ആദ്യം നേരെ അടുക്കളയിലേക്ക് ചെന്നു. ചേച്ചി, ഇന്ന് ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയും ഇവിടേക്ക് വരുന്നുണ്ട്. ബുദ്ധിമുട്ടൊന്നും ആവില്ലെങ്കിൽ നമുക്ക് അല്പം കപ്പയും ചിക്കനും വെച്ചാലോ? ചേച്ചി ഒന്ന് മാർക്കറ്റ് വരെ പോയാലോ? അതിനെന്താ കുഞ്ഞേ, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. ആദ്യ വേഗം പൈസ എടുത്ത് കമലത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അവർ അതുമായി അടുക്കള പിന്നാമ്പുറം വഴി പുറത്തേക്ക് ഇറങ്ങി. മുൻവശത്തെ വാതിൽ ചാരിക്കൊണ്ട് ആദ്യ നേരെ ബാലയുടെ മുറിയിലേക്ക് കയറി. മുറിവാതിൽ ചാരാനും അവൻ മറന്നില്ല. റൂമിനകത്ത് കയറി നോക്കുമ്പോൾ കണ്ടു കമഴ്ന്ന് കിടന്നുറങ്ങുന്ന പെണ്ണിനെ. കാലുകൾ രണ്ടും പിണച്ച് വെച്ചിട്ടുണ്ട്. കുഞ്ഞു പിള്ളേരെ പോലെ ഒരു സൈഡിൽ മുഖം തലയിണയിൽ ചേർത്ത് വെച്ച് ഇരു കൈകളും ഉയർത്തിയാണ് കിടക്കുന്നത്. അത് നോക്കി നിൽക്കാൻ തന്നെ ഭംഗിയാണ്. ധാവണിയാണ് ഉടുത്തിരിക്കുന്നത്. പെണ്ണിൻ്റെ ഇടുപ്പും വയറുഭാഗവും ഓപ്പണായി കിടക്കുന്നു. ആദ്യം അവളുടെ അടുത്തേക്ക് ചെന്ന് കിടന്നു കവളിൽ തൻ്റെ തണുത്ത കൈ ചേർത്ത് വെച്ചു.
പെണ്ണൊന്ന് ചുളുങ്ങിക്കൊണ്ട് അവൻ്റെ മേലേക്കൊരു കൈയെടുത്ത് വെച്ചു. ആദി ആ നിമിഷം തന്നെ അവളുടെ തുറന്നിരിക്കുന്ന വയർഭാഗത്തേക്ക് കൈയിടച്ചു. അവളൊന്ന് ഞരങ്ങിക്കൊണ്ട് നിവർന്നു കിടന്നു. ധാവണി ഇടുപ്പിൽ നിന്നും അഴിഞ്ഞ് മാറിടവും വയറും ഇപ്പോൾ മറയില്ലാതെ കാണാം. നിറഞ്ഞ മാറിടവും വെളുത്ത അണിവയറും പൊക്കിൾ ചുരിയും കാണാൻ തന്നെ വല്ലാത്ത ഭംഗിയാണ്. അതിനേക്കാൾ നിഷ്കളങ്കത ഉറങ്ങിക്കിടക്കുന്നവളുടെ മുഖത്താണ്. ബാല, ഡി പെണ്ണെ, ഇതൊന്തൊരു ഉറക്കമാണ്, എഴുന്നേൽക്കുന്നില്ലേ? മണി എത്രയായി എന്നറിയാമോ? അപ്പോഴേക്കും പെണ്ണ് ചരിഞ്ഞ് ആദിയുടെ നെഞ്ചിൽ മുഖം ചേർത്ത് അവനെ വട്ടം കെട്ടിപ്പിടിച്ചു. അവൻ്റെ നെഞ്ചിൽ അവളുടെ മുഖമമർന്നു. അവളുടെ ശ്വാസം അവൻ്റെ നെഞ്ചിൽ പതിച്ചപ്പോൾ അവൻ അവളെ ഇടുപ്പിലൂടെ കൈയിട്ട് ഒന്നുകൂടി തന്നോട് ചേർത്തു. മുഖത്തേക്ക് പാറി വീണ് കിടക്കുന്ന മുടിയിഴകൾ ഒതുക്കി അവളുടെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. അല്പം കൂടി കഴിഞ്ഞപ്പോൾ പെണ്ണിൻ്റെ ഒരു കാല് ആദിയുടെ പുറത്തായി. അവന് ചിരി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. പെണ്ണിനെ അപ്പാടെ തൂക്കിയെടുത്ത് നെഞ്ചത്തേക്ക് കിടത്തി. അവളുടെ മാർദ്ദവങ്ങൾ നെഞ്ചിലമരുമ്പോൾ അവൻ അവളുടെ കവഴത്തിൽ അറിയാതെ ചുണ്ടു ചേർത്ത് കടിച്ചു നുണഞ്ഞു. അവൻ്റെ മീശരോമങ്ങൾ കുത്തുമ്പോൾ പെണ്ണ് പൊളഞ്ഞുകൊണ്ട് കണ്ണ് വലിച്ചു തുറന്നു. ആരുടെ പുറത്താണ് കിടക്കുന്നതെന്ന് അറിഞ്ഞ് ഞെട്ടി കണ്ണും തുറന്നു നോക്കി. പെട്ടെന്ന് അവനിൽ നിന്നും ഉരുണ്ട് ബെഡിലേക്ക് വീണു. ആദ്യം ഒരു കൈ തലയിണയിൽ കുത്തി അവളെയും നോക്കി കിടന്നു. അച്ചുവേട്ടൻ എന്താ ഇവിടെ? ഇന്നലെ അച്ചുവേട്ടൻ ഇവിടെയാണോ കിടന്നത്? അവളുടെ അമ്പരപ്പെല്ലാം ചോദ്യത്തിൽ നിറച്ചുകൊണ്ട് അവൾ ചോദിച്ചു. പിന്നല്ലാതെ, നീയല്ലേ പറഞ്ഞത് ഇവിടെ കിടക്കാൻ? ഞാനോ? ബാല കണ്ണും തുറച്ച് അവനോട് ചോദിച്ചു. ഇന്നലെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയ എന്നെ നീയല്ലേ ഇവിടെ പിടിച്ചു കിടത്തിയത് ബാല? പിന്നെ ഞാൻ ഇവിടെ കിടന്നുറങ്ങിപ്പോയി. എന്നാലും ഞാൻ ഉറങ്ങിയപ്പോൾ അച്ചുവേട്ടൻ എഴുന്നേറ്റ് പോകാൻ പാടില്ലായിരുന്നു. ഈശ്വരാ, മംഗളത്തമ്മ കണ്ടാൽ എന്ത് പറയും? പെണ്ണ് തലയിൽ കൈവച്ചു. അപ്പോൾ ഞാനിവിടെ കിടന്നത് നിനക്ക് സങ്കടമൊന്നുമില്ല. അമ്മ കണ്ടാൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലേ? കള്ളത്തരം നിറച്ചുള്ള അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ, ദേ അച്ചുവേട്ടാ. പെണ്ണ് അവനോട് കൊമ്പ് കോർക്കാനായി ബെഡിൽ എഴുന്നേറ്റ് മുട്ടുകുത്തിയിരുന്നു. അവന് നേരെ കൈ നീട്ടി. എഴുന്നേറ്റ് പോയേ, ആരെങ്കിലും വരും മുമ്പ്. ഈശ്വരാ! എന്നാൽ അച്ചുവിൻ അവളുടെ മുഖത്ത് നോക്കുമ്പോൾ ചിരിയാണ്. ആരാ ശ്രീ നിന്റെ ബ്ലൗസിൻ്റെ തുന്നൽ പണികളൊക്കെ ചെയ്യുന്നത്? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ, ഇതിൻ്റെ കഴുത്തൊക്കെ നല്ല ഭംഗിയിൽ തച്ചിട്ടുണ്ട്. ഇനിയും ഇതുപോലെ തന്നെ തച്ചാൽ മതി കേട്ടോ. അവളുടെ കഴുത്തിലേക്ക് നോക്കിക്കൊണ്ട് വല്ലാത്ത കൊതിയോടുകൂടി പറയുന്നവനെ കണ്ടപ്പോൾ പെണ്ണ് ബ്ലൗസിലേക്ക് ശ്രദ്ധിച്ചു. പെട്ടെന്ന് അവൾ ഇരു കൈയും കൊണ്ട് മാറിടം മറച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു. അത് കണ്ടപ്പോൾ അത്രയും നേരം കിടക്കുകയായിരുന്ന ആദി എഴുന്നേറ്റ് ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന് പെണ്ണിനെ വലിച്ച് മടിയിൽ കിടത്തി. എന്തിനായി ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്? ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ? അവളെ മയക്കുന്ന പുഞ്ചിരിയോടുകൂടി അവനത് ചോദിക്കുമ്പോൾ വല്ലാത്തൊരു നാണം കണ്ണിലൊളിപ്പിച്ചുകൊണ്ട് അവൾ മുഖം കുനിച്ചു. ശരിക്കും നല്ല ഭംഗിയുണ്ട് തൻ്റെ നിറത്തിന് ഈ ബ്ലൗസും ഈ കഴുത്തും. ഞാൻ സത്യം പറഞ്ഞതാ. പിന്നെ എൻ്റെ മുന്നിൽ ഈ ധാവണിയില്ലാതെ ഓക്കെയാണ്. പക്ഷെ മറ്റാരും കാണണ്ട. പറഞ്ഞുകൊണ്ട് പെണ്ണിനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൾ വേഗം മുഖം തിരിച്ചു അവൻ്റെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ചു. അവളുടെ മുടിയിഴകൾക്കുള്ളിൽ അവൻ മുഖമൊളിപ്പിച്ചു. കാച്ചിയ എണ്ണയുടെയും ഷാമ്പുവിൻ്റെയും മണം. ശ്രീ! അവളുടെ മുഖവും കഴുത്തും മുഴുവനും ചുംബനം കൊണ്ട് മൂടിക്കൊണ്ട് ആദി വിളിച്ചു. പെണ്ണവൻ്റെ ചുംബനത്തിൽ തളർന്നു. അച്ചുവേട്ടാ, അമ്മ അപ്പുറത്തുണ്ട്. എന്നാൽ അച്ചു അവളെ വിടില്ലെന്ന് മനസ്സിലായതും അവൾ പെട്ടെന്ന് അവൻ്റെ മടിയിൽ നിന്നും ഉരുണ്ടിറങ്ങി കമിഴ്ന്നു കിടന്നു. അവളുടെ മേലേക്ക് അധികം ഭാരം കൊടുക്കാതെ ആദി കിടന്നു. പെണ്ണ് ഏങ്ങിക്കൊണ്ട് മറഞ്ഞുപോയി. ആദി അവളുടെ ആ നീക്കം നേരത്തെ മനസ്സിലാക്കിയതുപോലെ തിരിഞ്ഞു വന്ന് പെണ്ണിനെ അമർത്തി ചേർത്ത് പിടിച്ചു. പേടിച്ചു പോയോ ശ്രീ? അച്ചുവേട്ടൻ അത്രയും മോശക്കാരനാണോ നിൻ്റെ? പേടിക്കണ്ട. താലികെട്ടി സ്വന്തമാക്കാതെ എൻ്റെ പെണ്ണിനെ ഒരു അനുവാദവുമില്ലാതെ ഞാൻ കവർന്നെടുക്കില്ല. അവൾ കൈ രണ്ടും അവൻ്റെ കഴുത്തിലേക്ക് ചുറ്റി അവനെ വലിച്ച് തൻ്റെ മാറോട് ചേർത്തു. അല്ലെങ്കിലും എനിക്കറിയാം എൻ്റെ അച്ചുവേട്ടനെ. എനിക്ക് ഭയവുമില്ല. ഇങ്ങനെയൊക്കെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അച്ചുവേട്ടൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കുസൃതി കാണിച്ചെന്ന് വരും. ഞാൻ അത്രയ്ക്കൊന്നും നല്ലതല്ല ശ്രീ. അവളുടെ ചെവിത്തുമ്പ് നുണഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. അവൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് പിന്നെ ആ കവിളുകളിൽ അമർത്തി ഉമ്മ വെച്ചു ബാല. അച്ചു അവളുടെ ചുണ്ടിനെ പെരുവിരലിലും ചൂണ്ടുവിരലും കൊണ്ട് ചേർത്ത് പിടിച്ചപ്പോൾ പെണ്ണവനെ തള്ളി മാറ്റി ബെഡിൽ നിന്നും എഴുന്നേറ്റ് നേരെ വാഷ്റൂമിലേക്ക് കയറി.
അവൾ പോയ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ബെഡിൽ ഒന്ന് ഉരുണ്ട് തലേണയിൽ മുഖം അമർത്തി ആദി കിടന്നു. കുറച്ചു നേരം അങ്ങനെ കിടന്നിട്ട് അവൻ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുന്നിൽ വന്ന് ഇട്ടിരിക്കുന്ന ടീഷർട്ട് നേരെയാക്കി മുടി കൈകൊണ്ട് ചീകി ഒതുക്കി റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭാഗ്യത്തിന് ഹാളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ടി വിയുടെ മുന്നിൽ വന്നിരുന്ന് ഓൺ ചെയ്ത് അല്പനേരം കഴിഞ്ഞപ്പോഴാണ് അമ്മ റൂമിന് പുറത്തേക്ക് വന്നത്. ആദ്യം കണ്ടപ്പോൾ അമ്മ കള്ള ചിരി ചിരിച്ചു. അമ്മയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ ശ്രദ്ധ വീണ്ടും ടി വിയിലായി. അല്പം കഴിഞ്ഞപ്പോൾ മാർക്കറ്റിൽ പോയ കമലവും തിരികെ വന്നു. പിന്നെയും ഏറെ സമയം കഴിഞ്ഞാണ് ബാല റൂമിന് പുറത്തേക്ക് വന്നത്. അപ്പോഴേക്കും അവൾ കുളിച്ച് ഫ്രഷായിരുന്നു. റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സോഫയിലിരിക്കുന്ന ആദിയെ കൂർത്ത നോട്ടം നോക്കി പെണ്ണ്. കണ്ണുരുട്ടാനും മറന്നില്ല. അത് കണ്ടപ്പോൾ അവന് ചിരി വന്നു. അവൾ അടുക്കളയിലേക്ക് കയറി ചെന്ന് അമ്മയും കമലവും ഒന്നും തന്നെ തന്നെ ശ്രദ്ധിച്ചു പോലുമില്ല. ആദി പറഞ്ഞു, ഇന്നലെ മോൾ ഒരുപാട് വൈകിയാണ് കിടന്നതെന്ന്. ഡോറ് പോലും അടയ്ക്കാൻ മറന്നു അല്ലേ? ചെയ്തുകൊണ്ടിരുന്ന ജോലി മതിയാക്കി കമലം എഴുന്നേറ്റ് ബാലയ്ക്കുള്ള ചായ കൊടുക്കാനായി ഒരുങ്ങി. വേണ്ട ചേച്ചി, ഞാൻ എടുത്തോളാം, പുഞ്ചിരിയോടുകൂടി പറഞ്ഞുകൊണ്ട് അവൾ ഫ്ലാസ്കിൽ നിന്ന് ചായ പകർന്നെടുത്തു. അതുമായി ആദിയുടെ അടുത്തേക്ക് ചെന്നു. ആദി അവളെ പിടിച്ച് സോഫയിലിരുത്തി. അവൾ കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് കയ്യിൽ നിന്നും വാങ്ങി അവനും അതിൽ നിന്നും ചായ കുടിച്ചു. ഈയിടെയായി അച്ചുവേട്ടനെ ഒരു ലൈസൻസും ഇല്ല കേട്ടോ. എന്താണ് എപ്പോഴാണ് ചെയ്യുന്നതെന്നൊരു ബോധവും. അമ്മയും കമലേച്ചിയും കണ്ടാൽ എന്ത് കരുതും? അങ്ങനെ അവരൊക്കെ കണ്ടെന്തെങ്കിലും കരുതുന്നതിന് വേണ്ടി ബാലയുടെ അച്ചുവേട്ടൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. കുറുമ്പും കുസൃതിയും കണ്ണിൽ നിറച്ച് അതിലേറെ വാക്കുകളിൽ പ്രണയം നിറച്ച് അവളോട് ചേർന്ന് വരുന്നവനെ എത്ര കണ്ടിട്ടും മതിയാവാത്തതുപോലെ ബാല നോക്കിയിരുന്നു. ഇങ്ങനെ നോക്കിയിരിക്കാൻ എന്ത് രസമാണല്ലേ ശ്രീ? ചെക്കൻ്റെ കളിയാക്കിയുള്ള ചോദ്യം കേട്ടാണ് ബാല അവനിൽ നിന്ന് നോട്ടം മാറ്റിയത്. അല്ലെങ്കിലും എന്നെ കളിയാക്കാൻ അച്ചുവേട്ടന് വലിയ ഉത്സാഹമാണ്. ചായ കുടിച്ച് കപ്പും എടുത്തുകൊണ്ട് സോഫയിൽ നിന്നും എഴുന്നേറ്റവളെ അതേ വേഗത്തിൽ തന്നെ ആദ്യ പിടിച്ചടുത്തിരുത്തി. ഇങ്ങനെ പിണങ്ങി എവിടേക്കാണ് ഓടുന്നത് ശ്രീബാല? ഇവിടെ ഇരിക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട, അച്ചുവേട്ടൻ എന്നെ കളിയാക്കും. ഇല്ല, ഇനി കളിയാക്കില്ല. കാര്യത്തിലൊന്ന് പറയട്ടെ. ഈ പിണക്കവും പരിഭവവും ഒക്കെ മാറ്റിവെച്ച് കമലേച്ചിയെ പോയി ഒന്ന് സഹായിക്ക്. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത 2 റിലേറ്റീവ്സ് വരും. ആര്? എന്നോട് പറഞ്ഞില്ലല്ലോ അങ്ങനെ ആരും വരുന്ന കാര്യം. അതിപ്പോൾ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുമോ? അവളെ ചൊടിപ്പിക്കാൻ വേണ്ടിയാണ് ആദ്യം അത് ചോദിച്ചതെങ്കിലും ബാലയ്ക്കത് കേട്ടപ്പോൾ സങ്കടം വന്നു. അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ കൈതട്ടി മാറ്റി അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിൽ കയറി ചെന്നവളുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ മംഗളത്തമ്മയ്ക്ക് മനസ്സിലായി രണ്ടുപേരും തമ്മിലെന്തോ പറഞ്ഞ് തെറ്റിപ്പിരിഞ്ഞെന്ന്. ചെയ്തുകൊണ്ടിരുന്ന ജോലി ബാലയെ ഏൽപ്പിച്ച് അവർ ആദിയുടെ അടുത്തേക്ക് ചെന്നു. എൻ്റെ അച്ചു, നീ ഇപ്പോൾ മോണുട്ടനേക്കാൾ ചെറുതാണല്ലോ. സദാസമയം ആ പെണ്ണിൻ്റെ പുറകെ നടന്ന് പിണക്കം. അതൊരു രസമല്ലേ അമ്മേ? പിന്നെ ഇന്നിവിടെ വരാൻ പോകുന്നത് ഉണ്ണിക്കുട്ടൻ്റെ ലക്ഷ്മിയാണെന്ന് അവളോട് പറയണ്ട. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. അത് വേണോ അച്ചു? അത് വേണോ അമ്മ? അവളെ നേരിട്ട് കാണുമ്പോഴുള്ള അവളുടെ സന്തോഷം അത് നമുക്ക് കാണണ്ടേ? ഒഴുക്കമട്ടിൽ പറഞ്ഞുകൊണ്ട് അവൻ മോനൂട്ടം കിടക്കുന്ന മുറിയിലേക്ക് പോയി. എന്നാൽ വരാൻ പോകുന്ന അതിഥികളെക്കുറിച്ചുള്ള വിവരം മംഗളത്തമ്മയും ആദിയും തന്നോട് മറച്ചു വെച്ചല്ലോ എന്ന പരിഭവമായിരുന്നു ബാലയ്ക്ക്. തുടരും. കുടുംബത്തിൽ ഒരു മരണവും മറ്റുമായതുകൊണ്ടാണ് സ്റ്റോറി കൃത്യമായി എഴുതാനും പോസ്റ്റ് ചെയ്യാനും ഒന്നും കഴിയാത്തത്. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ എൻ്റെ അവസ്ഥ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. നിറയെ സ്നേഹത്തോടെ രുദ്ര.